ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ബ്രഹ്മണ്യേ മൂർത്തിമതേ ശ്രുതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമഹാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിശിരീകുർവതേ ശാന്തേ കടാക്ഷൈ ശിഷ്യസഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനാം വാദിനേ വാചം യമാനാം മൗനഭാജിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യസ്യ നഃ കൽപതേ സിദ്ധേ പാദാംബുജരജോലവഃ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. ഇരിക്കാം. SNDP യോഗം തിരുവല്ല യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 16ാമത് മനക്കച്ചിറ ശ്രീനാരായണ കൺവെൻഷൻ ഏറെ ബഹുമാനായ ചെയർമാൻ ശ്രീ S. രവീന്ദ്രൻ എഴുമറ്റൂർ അവർകൾ, ജനറൽ കൺവീനർ സന്തോഷ് ശാന്തികൾ, വർക്കിംഗ് ചെയർമാൻ ശ്രീ സന്തോഷ് തങ്കപ്പൻ അവർകൾ, ആദരണീയനായ ശ്രീമദ് ശുബോധാനന്ദ സ്വാമികൾ, എൻ്റെ കൺവീനറായിട്ടുള്ള പ്രിയങ്കരനായ അഡ്വക്കേറ്റ് അനീഷ് VS, പ്രിയങ്കരായ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇവിടെ പ്രഭാഷണങ്ങൾ നടത്തിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെൻ്റെയും ഒക്കെ പ്രിയങ്കരായ ആത്മസഹോദരങ്ങളെ, ഇന്നത്തെ ഈ ശ്രീനാരായണ ദർശനോത്സവത്തിൽ ശ്രീനാരായണ ദർശന സുഹൃതം നുകരുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയങ്കരായ ഗുരുഭക്തരെ, സജ്ജനങ്ങളെ, വളരെ സന്തോഷം ഈ ഒരു വേദിയിൽ വന്നു നിന്നുകൊണ്ട് ഈ ആറിൻ്റെ തീരത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഭഗവത് ദർശനത്തെ അറിയുവാൻ ആകാംക്ഷയോടുകൂടി എത്തിച്ചേർന്നിരിക്കുന്ന ഭക്തരുടെ മുന്നിൽ നിൽക്കുമ്പോൾ, പക്ഷേ ഒരു ചെറിയ കാര്യം, സമയം 12:30, സൂര്യൻ അല്ലേ നിൽക്കുന്ന സ്ഥലം പറയേണ്ടതില്ല, ചൂട് ആവശ്യത്തിനുണ്ട്. 10-ാം ഉദയത്തിൻ്റെ വരവാഗതമാകുന്ന ചൂട് എല്ലാവരുടെയും ശരീരത്തെ വിയർപ്പിക്കുന്നുണ്ടാവാം. രാവിലെ ഇരുന്ന് നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെതായ പശി ഉണ്ടാവാം. പക്ഷേ ഞാൻ അല്പം മുന്നോട്ട് നീട്ടും എന്ന പ്രതീക്ഷ വേണ്ട. ഭക്ഷണം കഴിക്കാനുള്ള ആ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് അല്പസമയം മാത്രമേ പ്രഭാഷണം നടത്തൂ എന്ന് പറയുകയാണ്. ഞാൻ കൂടുതൽ പ്രഭാഷണത്തിലേക്കൊന്നും പോകുന്നില്ല, കാരണം സജീഷ് ഇവിടെ വളരെ ആവേശത്തോടു കൂടി ആ യുവത്വത്തിൻ്റെ നല്ല നാളുകൾ പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, യുവജന സംഘടനയെക്കുറിച്ച് എല്ലാം വളരെ വിശദമായി ഇവിടെ പറയുകയുണ്ടായി. ഞാനിത് മറിച്ചു നോക്കുകയായിരുന്നു. എത്ര പ്രഗത്ഭരായ എത്രയോ വ്യക്തിത്വങ്ങളാണ് ഈ വേദികൾ പിന്നിട്ടത്.
മനക്കച്ചിറ കൺവെൻഷനിൽ നിരവധിയായി എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്ന മഹത്വമുള്ള ഇവിടെ ഇരിക്കുന്ന എൻ്റെ ആത്മസഹോദരങ്ങളൊക്കെ അറിവിൻ്റെ നിറകുടങ്ങളാണ് എന്നെനിക്കറിയാം. അപ്പോൾ ഈ അറിവിൻ്റെ നിറകുടങ്ങളായ നിങ്ങളുടെ മുന്നിൽ വന്ന് കൂടുതലൊന്നും പകർന്നു നൽകേണ്ട ആവശ്യമില്ലെന്ന് പറയാം. എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ചില പരീക്ഷണങ്ങൾ ഭഗവാൻ നമുക്ക് തരാറുണ്ടില്ലേ, അതുപോലാണ് ഞങ്ങളെയൊക്കെ ഈ മുന്നിൽ കൊണ്ട് നിർത്തുന്നത്. ചില ചോദ്യങ്ങൾ ചോദിക്കാനാ. കാരണം ഈ പഠിച്ചു വെച്ചതൊക്കെ മറന്നു പോയിട്ടുണ്ടോ? കാരണം ഇത് 16ാമത് കൺവെൻഷൻ എന്ന് പറയുമ്പോൾ എത്രയോ പ്രഗത്ഭരാണ് ഇങ്ങനെ വന്ന് ക്ലാസ് എടുത്തൊക്കെ പോയിരിക്കുന്നത് അല്ലേ. നമുക്ക് ഈ മറവി എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം പല പ്രായമുള്ളവർക്കും സോഡിയത്തിൻ്റെ അളവ് കുറയുമ്പോൾ കുഞ്ഞുങ്ങളെ പോലും തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയാണ്. പ്രായമുള്ളവർക്ക് സോഡിയത്തിൻ്റെ കുറവാണെങ്കിൽ ചെറുപ്പക്കാർക്ക് ഇന്ന് അച്ഛനെയും അമ്മയും തിരിച്ചറിയാത്ത അവസ്ഥയാണ്. അവർക്ക് സോഡിയത്തിൻ്റെ കുറവാണോ അതോ എന്തെങ്കിലും കൂടുതലാണോ എന്നറിയില്ല. അപ്പം എന്തായാലും കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് നിരവധിയായ കൺവെൻഷനുകൾ, ദർശനോത്സവങ്ങൾ ഇങ്ങനെ നടത്തുന്ന വേദികളിലൂടെ കടന്നു വരുമ്പോൾ ഞാനിവിടെ ശ്രദ്ധിച്ചത് കുറേ നേരമായിട്ട് ചെറുപ്പക്കാർ എത്ര പേര് ഇതിലുണ്ടെന്നാണ്. അപ്പോൾ ഈ ഉച്ച സമയത്ത് കടന്നു വരുന്നതിൽ കുറേയധികം ചെറുപ്പക്കാരുണ്ട്, പക്ഷേ നേരത്തെ ഇരുന്നതിൽ അധികം ചെറുപ്പക്കാരില്ല. അപ്പം മനസ്സിലാക്കുന്നു ചെറുപ്പക്കാരിൽ കൂടുതലുള്ളത് ഭൗതികതയാണ്. ഉച്ചയായപ്പം ഭൗതികത വളരും, കാരണം വിശപ്പിൻ്റെ വിളി ഉണ്ടാവും. ആ സമയത്താണ് അമ്മയെ തിരക്കാറ് പലപ്പോഴും. അമ്മയെ ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ഇതെന്നാ കറിയായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവരമ്മയെ ഓർക്കുന്ന സമയം ഉച്ച സമയവും വൈകുന്നേര സമയമാണ്. അപ്പോൾ അവിടെ അമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവർ ഓർക്കുന്നത് നല്ല തട്ടുകടക്കാരെയായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ അവർക്ക് ചിലപ്പോൾ അമ്മയെക്കാട്ടി ഇഷ്ടം തട്ടുകടക്കാരെയാണ്. കാരണം ഈ തള്ള ഉണ്ടാക്കി വെച്ചതൊന്നും കൊള്ളത്തില്ല, പക്ഷേ അവിടുത്തെ ചിക്കൻ പൊരിച്ചത് നല്ലതാണ്, കുഴിമാന്തി നല്ലതാണ് എന്ന് പറയുന്ന മക്കളും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു തിരിച്ചറിവുകളിലേക്ക് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് മഹാഭാരത കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? മഹാഭാരത കഥ. ഈ മഹാഭാരത കഥയിൽ പ്രധാനപ്പെട്ട 2 അമ്മമാരുണ്ട്. ഒന്ന് കുന്തി ദേവിയാണ്, കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? കുന്തി ദേവി. കുന്തി ദേവിക്ക് എത്ര മക്കളുണ്ട്? ഇപ്പോഴത്തെ അമ്മമാരോട് ചോദിച്ചാൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് 1 എന്നാണ് അമ്മമാര് പറയുന്നത്. ഇല്ലെങ്കിൽ അമിതമായി കഷ്ടപ്പെട്ടാൽ 2. പക്ഷെ കുന്തി ദേവിക്ക് 5 മക്കളുണ്ടായിരുന്നു അല്ലേ? അവരെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, എന്താണ്? ഉച്ചയ്ക്ക് വന്നൊന്ന് ചോദ്യം ചോദിക്കാൻ പോലും. ഇവിടെ പ്രൈസൊക്കെ കരുതി വെച്ചിട്ട് മാമ്പഴക്കൂട്ടമൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് എൻ്റെ മനസ്സിൽ ഈ ചോദ്യങ്ങൾ വരുന്നു. അപ്പോൾ ഈ മുട്ടായി എറിഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചു മുട്ടായി എറിഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ പറഞ്ഞു ഇവിടെ പായസമാണ്, ഇവരുടെ എല്ലാം ദേഹത്ത് വീഴുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള സമ്മാനമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, തരാം. അപ്പോൾ ഈ കുന്തി ദേവിക്ക് 5 മക്കളുണ്ട്. അവരെ നമ്മൾ പറയുന്നത് പാണ്ഡവരെന്നാണ് അല്ലേ? പഞ്ചപാണ്ഡവരെന്ന് പറയും. 5 പേരുള്ളത് കൊണ്ടാണ് പഞ്ചപാണ്ഡവരെന്ന് പറയുന്നത്. അപ്പോൾ ഈ കുന്തി ദേവി വളരെ സുഹൃതം ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താ? ഈ മക്കൾ 5 പേരും ധർമ്മനിഷ്ഠയുള്ളവരായിരുന്നു ഇല്ലേ? സത്യസന്ധതയുള്ളവരായിരുന്നു. അങ്ങനെ ധർമ്മം അവർക്കുണ്ടായത് എങ്ങനെയാണെന്നറിയുമോ? ഈ കുന്തി ദേവി മക്കളെ വളർത്തിയത് ഇല്ലേ വലിയ സുഖഭോഗങ്ങളിലൂടെയല്ല, കാട്ടിലായിരുന്നു ഇല്ലേ? അപ്പൊ അങ്ങനെ ആ പ്രകൃതിയുടെ തനതായ ശൈലിയിൽ ധാർമ്മിക ബോധത്തോടുകൂടി ആ മക്കളെ വളർത്തുവാൻ ആ അമ്മ തയ്യാറായി. ആ അമ്മ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് അവർക്ക് വേണ്ട വിദ്യകളൊക്കെ പകർന്നു നൽകി. അങ്ങനെ ഒരു മനുഷ്യനെ ആരാണ്, എന്താണ്, അഥവാ നീ ആരാണ് എന്നറിയിക്കുന്ന ധാർമ്മിക ബോധം അവർക്ക് പകർന്നു നൽകി. എന്നാൽ 2ാമത്തെ അമ്മയുടെ പേരാണ് പാഞ്ചാലി അല്ല, ഗാന്ധാരി അല്ലേ? ഗാന്ധാരി അല്ലേ? കണ്ണ് കെട്ടി ഭർത്താവിനോട് ഇഷ്ടം കൂടിയിട്ട് കണ്ണ് കെട്ടി നടന്ന ഒരമ്മയുണ്ടായിരുന്നു. ആ അമ്മയുടെ പേരാണ് എന്ത്? ഗാന്ധാരി. ഭർത്താവിന് കാണാത്തതൊന്നും എനിക്കും കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് കെട്ടി നടന്ന അമ്മ. പക്ഷെ ആ അമ്മയ്ക്കും ഉണ്ടായി മക്കൾ. എത്ര മക്കളാ? വിരല് പോരാതെ വരും. എത്ര ഉണ്ട്? 101 മക്കൾ. ഭാഗ്യം ചെയ്ത അമ്മയായില്ലേ? 101 മക്കളുള്ള അമ്മയാണ് ഗാന്ധാരി. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക, ആ അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു? അമ്മ മക്കൾക്കെല്ലാം കൊടുത്തു. 12:30 വാച്ച് നോക്കുന്നത് പോലെ നോക്കിയിട്ട്, മക്കളെ നിനക്ക് എന്താ വേണ്ടത്? സുഖഭോഗങ്ങളിൽ അവരെ അങ്ങ് ഭ്രമിപ്പിച്ചു. അവർക്കെല്ലാം പകർന്നു നൽകി. അവർക്ക് മധുവും മധുരാക്ഷിയും ഉൾപ്പെടെ നൽകി എന്നാണ് ചരിത്രമില്ലേ? അങ്ങനെ വേണ്ട സുഖഭോഗങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് 101 മക്കളെ വളർത്തി ആര്? ഗാന്ധാരി.
അവസാനം പറയാമല്ലോ ഇനിയും. കഥ എന്താ? അമ്മമാരോർത്തുകൊള്ളുക, വായ്ക്കരി ഇടാൻ പോലും ഒരു മകൻ ഉണ്ടായിരുന്നില്ല. ഓർത്തുകൊള്ളുക, ഗാന്ധാരിക്ക് 101 മക്കളുണ്ടായിട്ട് വായ്ക്കരി ഇടാൻ പോലും ഒരു മകൻ ഉണ്ടായിരുന്നില്ല. ആ യുദ്ധക്കളത്തിൽ ഇത്തരത്തിൽ മക്കളെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ട് ദണ്ണപ്പെട്ട അമ്മ ശ്രീകൃഷ്ണനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? ദുഷ്ട, ഇല്ലേ? ആരെയാ വിളിച്ചത്? ഈശ്വരനെ വിളിക്കുകയാണ്. ദുഷ്ട, നീ എന്തിനാണ് എനിക്ക് 101 മക്കളെ തന്നത്? എന്തിനാ ഇത്രയും മക്കളെ തന്നത്? വായ്ക്കിരീടാൻ പോലും ഒരെണ്ണത്തിനെ ബാക്കി വെക്കാതെ നീ കൊണ്ടുപോയില്ലേ എന്ന് ചോദിക്കുക. നമ്മുടെ അമ്മമാരൊക്കെ ദൈവങ്ങളെ ശപിക്കുന്ന കേൾക്കാം. എൻ്റെ ഗുരുദേവ, ഞാൻ എത്ര കാലമായി മുട്ടിട്ട് പ്രാർത്ഥിക്കുന്നു, നീ എനിക്ക് തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അമ്മമാർക്കുള്ള മറുപടിയാണിത് കേട്ടോ. അപ്പോ ഇങ്ങനെ വന്ന് കൃഷ്ണനോട് പറഞ്ഞപ്പോ കൃഷ്ണൻ ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് നിന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് കൃഷ്ണനൊരു മറുപടി പറഞ്ഞു. എന്തായിരുന്നു മറുപടി? ഒരമ്മയ്ക്ക് സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള മക്കളെ ഒരു ഈശ്വരനും രക്ഷിക്കാൻ പറ്റില്ല എന്ന്. കേട്ടോ അമ്മമാരെ, ഈശ്വരൻ പറഞ്ഞ വാക്കാ, ഒന്ന് പഠിച്ചു വെച്ചോ കേട്ടോ. ഒരമ്മയ്ക്ക് സംരക്ഷിക്കാൻ പറ്റാത്ത മക്കളെ ഒരു ഈശ്വരനും സംരക്ഷിക്കാൻ പറ്റില്ല എന്നാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്ക്. ഞാനിത് ശ്രീനാരായണ ദർശനത്തിലോട്ട് കടന്നു വരാനാ ഇത് പറഞ്ഞത്. 16ാമത്തെ കൺവെൻഷനാണെന്ന് പറഞ്ഞല്ലോ. ഈ പല കൺവെൻഷനിലും വന്നിട്ടുള്ളവരുണ്ടല്ലോ, പ്രസാദം കഴിച്ചു പോയിട്ടുള്ളവരുണ്ടല്ലോ. നമസ്തേ എന്ന് പറഞ്ഞിട്ട് ഞാനത് പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരെയും ഒന്ന് എഴുന്നേൽപ്പിച്ചത്. ഇനിയും പറഞ്ഞിട്ട് കേൾക്കാതെ നടുവിൻ്റെ സുഖത്തിന് ചാരിയിരിക്കുകയാണെങ്കിൽ മറന്നുപോയെങ്കിലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി കൈയൊന്ന് കൂപ്പാൻ പറഞ്ഞു. എന്നിട്ടും നമസ്തേ പറഞ്ഞപ്പോൾ നമസ്തേ അങ്ങേര് ഇനി എപ്പോഴാണ് നിർത്തുന്നത് ഇത് വിചാരിച്ചിട്ടാണ് ഒരു പുച്ഛഭാവത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞത്. ഈ തിരുവിതാംകൂറുകാർ പുച്ഛമുള്ളവരാണെന്നാണ് പറയുന്നത്. നിങ്ങളെ അല്ല പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ പണ്ടത്തെ ചരിത്രം പഠിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ പഠിച്ചതാ. പക്ഷെ നിങ്ങളുടെയൊക്കെ മുഖത്ത് നല്ല ചിരിയുണ്ട് കേട്ടോ, നല്ല സന്തോഷമുണ്ട്. ആ വിശപ്പിൻ്റെ ഇതൊന്നും മുഖത്തറിയാനില്ല. എനിക്ക് തോന്നുന്നു വെള്ളം കുടിച്ച കൊണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഈ പ്രാവശ്യം ദർശനോത്സവം ഇവിടെ നടക്കുമ്പോൾ മഹാഗുരു പറഞ്ഞ ഒരു വാക്കിന് ഒരു പ്രസക്തിയുണ്ട്. 100 വർഷം കഴിയട്ടെ, അല്ലേ? ഒരു 100 വർഷം കഴിയട്ടെ. എന്തിനു വേണ്ടി? ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാൻ. ഗുരു വീണ്ടും അവതരിക്കേണ്ട കാലഘട്ടമായിരിക്കുന്നു എന്ന് പല വേദികളിലും പലരും പറഞ്ഞത് ചെവിയിൽ കേൾക്കാം. സമൂഹം ദുരവസ്ഥയിലേക്ക് വീണ്ടും പോകുമ്പോൾ പലരും പറയുന്നു, ഗുരു വീണ്ടും അവതരിക്കുമോ? അപ്പോഴാണ് ഗുരുവിൻ്റെ വചനം ഓർക്കേണ്ടത്. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായി നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. എപ്രകാരം? അറിവായി പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. ഈ അറിവ് നേടാത്തതാണ് കുഴപ്പം. ഞാനൊരു ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നമ്മളൊക്കെ സംസ്കാരമുള്ളവരാണോ? എന്നാ ചോദിക്കുന്നത്? എന്നാ കുഴപ്പം? ജിമിക്കയില്ലേ, കമ്മലില്ലേ, മാലയില്ലേ, സെറ്റുമുണ്ട് കൊടുത്തിട്ടില്ലേ, കാറയിലല്ലേ വന്നത്? എന്താ സംസ്കാരത്തിനൊരു കുറവ്? മറുപടിയും കൂടെ ഞാൻ തന്നെ പറയാം. ഇന്ന് ഞായറാഴ്ചയാണില്ലേ? ഈ ഞായറാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ ഇന്നത്തെ ഞായറാഴ്ച? ഈസ്റ്ററാണ്. കണ്ട, ഈ ഞായറാഴ്ചയുടെ പ്രത്യേകതയാണ്. വേറൊരു പ്രത്യേകത അവർക്കറിയില്ല. ഈ ഞായറാഴ്ചയുടെ പ്രത്യേകതയാണ് ഇന്ന് ഈസ്റ്റർ ആണ്, അല്ലേ? അപ്പം മിനിഞ്ഞാന്നത്തെ വെള്ളിയാഴ്ചക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ദുഃഖവെള്ളിയായിരുന്നു, ഇല്ലേ? നിങ്ങൾ ഇംഗ്ലീഷുകാരാണോ മലയാളംകാരാണോ? ഇംഗ്ലീഷുകാർ പറയുന്നത് ഗുഡ് ഫ്രൈഡേ എന്നാ. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൂടെ തെറ്റിക്കാതെ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇംഗ്ലീഷേ പറയത്തുള്ളൂ, ഇല്ലേ? അവര് പറഞ്ഞു, അമ്മേ ഇന്നാണ് ഗുഡ് ഫ്രൈഡേ. അപ്പൊ അമ്മ പറയാണ്, മോനെ ഇന്നാണ് ദുഃഖവെള്ളി. അപ്പൊ കൊച്ചിനൊരു സംശയം, പറഞ്ഞ അക്ഷരം തെറ്റിപ്പോയല്ലോ. ഗുഡ് എന്ന് പറഞ്ഞാൽ ദുഃഖമെന്നല്ല കുട്ടി പഠിച്ചിരിക്കുന്നത്. എന്താണ്? നല്ലതെന്നാ. അപ്പൊ അന്ന് ഈ വെള്ളിയാഴ്ച ഏതായിരുന്നു? നല്ല വെള്ളി. അപ്പൊ ഇനി പറഞ്ഞു തുടങ്ങിക്കോണം, എന്താണ്? ഗുഡ് ഫ്രൈഡേ, ശുഭവെള്ളിയായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ എവിടെയോ നമുക്ക് തല തിരിഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, കാരണം നമ്മുടെ വിഷയമല്ല. പക്ഷേ പലമതസാരവും ഏകമെന്ന് പറഞ്ഞ ഭഗവാൻ പഠിപ്പിച്ചതുകൊണ്ട് ഞാനത് പറഞ്ഞു പോയതാണ്. അപ്പൊ എന്തായാലും കൊള്ളാം, ദുഃഖവെള്ളി കഴിഞ്ഞു. ഇന്നത് കഴിഞ്ഞിതാ ക്രിസ്തുദേവൻ ഉണർന്ന് എഴുന്നേറ്റു. ഇത്രയും നാൾ ഉണർന്നിട്ടില്ലായിരുന്നോ?
ശരീരമല്ല അറിവാകുന്നു. ഈശ്വരൻ എന്താണെന്ന് തിരിച്ചറിയണം. ഞാൻ അതൊന്നും പറയാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മളുടെ സംസ്കാരം എന്താണ് എന്ന് ഇനിയും തിരിച്ചറിയണം. സംസ്കാരം എന്താണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരായുള്ള കുഞ്ഞുങ്ങൾ മുഴുവൻ ഇവിടെ കണ്ടേനെ. അവരെ, മാതാപിതാക്കളെ നിങ്ങൾ സംസ്കാര ശൂന്യരാക്കി മാറ്റാതെ, നിങ്ങൾ ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് ചിന്തിക്കണം, നിങ്ങൾക്ക് കുന്തി എന്ന് പേരിടണോ അതോ നിങ്ങളെ കയറി ഗാന്ധാരി എന്ന് വിളിക്കണോന്ന്. ഉള്ള കാഴ്ച ഇവിടെ കെട്ടി മൂടി വെച്ചുകൊണ്ട് മക്കളെ എല്ലാം ഇങ്ങനെ കണ്ടതുപോലെ വളർത്തിയിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തിട്ട് അവസാനം അയ്യോ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് കൃത്യതയോടുകൂടി മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. ഞാനതാ സംസ്കാരം ചോദിച്ചത്. നിങ്ങൾ വിഷമിക്കണ്ട, ഞാനത് പറയും, എന്നോട് പിണങ്ങിയാലും പറയും. കാരണം ഇസ്ലാം സഹോദരങ്ങൾ, ക്രിസ്തുമത സഹോദരങ്ങളൊക്കെ ഈ നാട്ടിലേക്ക് കടന്നു വന്നവരാണ്. ഭാരതമെന്ന് ഞാൻ പറയില്ല, കാരണം ഭാരതം എന്ന രൂപകൽപ്പന കുറെ നാളുകളെ ആയിട്ടുള്ളൂ, ഇല്ലേ? ഇതൊക്കെ രാജ്യങ്ങളായിരുന്നേ. ഇപ്പം നമ്മൾ ഇന്ത്യ എൻ്റെ രാജ്യമാണെന്ന് പറയും. പക്ഷേ 1947 മുമ്പ് ഇന്ത്യ എൻ്റെ രാജ്യമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഒത്തിരി രാജ്യങ്ങളുണ്ടായിരുന്നു. കൊച്ചിയും തിരുവിതാംകൂറും മലബാറും അങ്ങനെ തുടങ്ങി എത്രയെത്ര രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, എത്രയെത്ര രാജാക്കന്മാരുണ്ടായിരുന്നു, എത്രയെത്ര സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. ശരിയല്ലേ? ആര്യൻ സംസ്കാരം, ദ്രാവിഡ സംസ്കാരം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആര്യ ദ്രാവിഡ സംസ്കാരം, ഭാരത സംസ്കാരം സമ്മിശ്രമായി പോയി. കാരണം പല സംസ്കാരങ്ങൾ കൂട്ടിച്ചേർന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ സഹോദരങ്ങൾ ഈ നാട്ടിലേക്ക് കടന്നു വന്നവരാണ്. ശരിയോ തെറ്റോ? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഉറക്ക കൂവണം, ശരിയാണെ കൈയടിക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ കേട്ടോ. അപ്പോ തെറ്റാണ് കൂവിക്കണോ, അതും സന്തോഷമാ. അപ്പൊ നമ്മളിവിടേക്ക് കടന്നു വന്നു. ആര്? ക്രിസ്തീയ സഹോദരങ്ങൾ. അവർ വന്നപ്പോ അവരുടെ കയ്യിൽ ഒരു ചെറിയ പുസ്തകം കൂടി ഇരിപ്പുണ്ടായിരുന്നു. അതിന്റെ പേരാണെന്ത്? ഉറക്കപ്പറ. അത് നമുക്കറിയാം പുസ്തകം കറക്റ്റ് ഏതാണെന്നല്ലേ. അതിന്റെ പേരാണ് ബൈബിൾ. അവർ ഈ നാട്ടിലേക്ക് കടന്നു വന്ന് ഇവിടെ കുരുമുളകുണ്ട്, ഇവിടെ ബിസിനസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു. അതോടൊപ്പം അവർ എന്ത് ചെയ്തു? ഇവിടെ ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെ പള്ളികൾ സ്ഥാപിച്ചു. ശരിയാണോ? പള്ളികൾ സ്ഥാപിച്ചു. അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ ദുഃഖവെള്ളിയും ദുഃഖശനിയും ഈസ്റ്ററും ഒക്കെ തിരിച്ചറിഞ്ഞത്. കാരണം എന്താണ്? അവർ ഇവിടെ അവരുടെ സംസ്കാരത്തെ വളർത്തി മറ്റുള്ളവരിലേക്ക് അത് പ്രചരിപ്പിച്ചു. ശരിയല്ലേ? അവരുടെ കുഞ്ഞുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മതത്തിലേക്ക് അവർ മാമോദിസ മുക്കി അവരിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോഴോ അവരെ അവരുടെ മതപരമായ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ കുർബാന കൈക്കൊള്ളപ്പാടും നടത്തി. ശരിയല്ലേ? അവരുടെ വിവാഹ സമ്പ്രദായത്തിലേക്ക് വരുമ്പോൾ എവിടെങ്കിലും കൊണ്ടുവച്ച് മണപ്പുറത്ത് കൊണ്ടുവന്ന് അവർ കല്യാണം നടത്തത്തില്ല. എവിടെ നടത്തൂ? ആ പള്ളികളിൽ അവരുടെ പുരോഹിതന്മാർ പറയുന്ന രീതിയിൽ അവരുടെ വിവാഹ സമ്പ്രദായങ്ങൾ. ശരിയാണോ? ഇനിയും അവർ മരണപ്പെട്ടാലോ, മരണശേഷം ഏത് രാഷ്ട്രീയക്കാരനായാലും കൊള്ളാം, അവരുടെ മരണശേഷം അവരുടെ പള്ളിമേടകളിൽ അവരുടെ വിധിയാം വണ്ണം അവരുടെ ചവടക്ക് നടക്കും. ശരിയോ തെറ്റോ? ശരിയാണെ കൈകൊട്ടാമെന്ന് ഞാൻ പറഞ്ഞു, തെറ്റാണ് കൂവണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഇനി രണ്ട് ഇസ്ലാം സഹോദരങ്ങൾ ഇവിടേക്ക് കടന്നു വന്നവരാണ്. അവർ വന്നപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ പുസ്തകം. എന്താണ്? അതും നമുക്കറിയാം. അപ്പോൾ അതും ഇവിടെ വളർന്നിട്ടുണ്ട് അല്ലേ. ഖുർആൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അവരിവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇവിടുത്തെ കോഴിവെട്ടും നരബലി മൃഗബലി ഒന്നും കണ്ടിട്ട് അതിലൊന്നും അവരടിമപ്പെട്ടു പോയില്ല. ഇവിടുത്തെ ആരാധന സമ്പ്രദായത്തിലൊന്നും അവരടിമപ്പെട്ടു പോയില്ല. അവരെന്ത് ചെയ്തു? ഇവിടെ അവരുടെ മതാചാരത്തെ വളർത്തി, ഇവിടെ മോസ്കുകൾ സ്ഥാപിച്ചു, ഇവിടെ പ്രാർത്ഥന നടത്തി. അവരുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ സുന്നത്തുൾപ്പെടെയുള്ള ആചാരങ്ങളിലേക്ക് അവർ കൊണ്ടുപോയി. അവരുടെ വേഷത്തിലും ഭാഷയിലും തുടങ്ങി എല്ലാത്തിലും അവരവരുടെ ആചാരങ്ങളെ, ആ സംസ്കാരത്തെ ഇവിടെയും വളർത്തി. എന്നിട്ടോ ആ പള്ളികൾ സ്ഥാപിച്ചു, അവരുടെ കുഞ്ഞുങ്ങളെ വേദം പഠിപ്പിച്ചു. അവരുടെ വിവാഹം നടക്കുമ്പോൾ വെറും വിവാഹമല്ല, അതിന്റെ പേരാണ് നിക്കാഹ് ഇല്ലേ? അതിന് നമ്മളും പോകും. അങ്ങനെ നിക്കാഹ് നടത്തി അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ആ ആചാരത്തിൽ ജീവിച്ചു. അവർ മരിച്ചു കഴിഞ്ഞാലോ, ഏത് രാഷ്ട്രീയക്കാരനായാലും കൊള്ളാം, മരിച്ചു കഴിഞ്ഞാൽ അവരെന്ത് നടത്തും? കബറടക്കം നടത്തും. ശരിയോ തെറ്റോ? ശരിയാണ്, സമ്മതിച്ചു, സന്തോഷം. അപ്പൊ ഇതാ പറഞ്ഞത്, ഈ തിരുവല്ലക്കാര് മോശമല്ല, നല്ല ബോധമുള്ളവരാകണ്ടോ. ഇനി അടുത്തത് ഇനി ആരുടെയാ വരണ്ടേ? ഞമ്മൻ്റെയാ. ഞമ്മൻ്റെ നമസ്കാരം ഒന്ന് പറഞ്ഞേ.
കല്യാണം നടത്തിയ തിരുവല്ലയുടെ അങ്ങേയറ്റത്ത് ചെല്ലുമ്പോൾ ഒരു കല്യാണം, ഇവിടെ വരുമ്പം വേറൊരു കല്യാണം. അവിടുത്തെ കുഞ്ഞെനിക്കുമ്പം പളനിക്ക് പോകും, ഇവിടുത്തെ കുഞ്ഞെനിക്കും ഗുരുവായൂർ പോകും, നടുക്കത്തെ കുഞ്ഞെനിക്കുമ്പോൾ ശിവഗിരിക്ക് പോകും. ശരിയാണോ? ഒരു സംസ്കാരമുണ്ടോ? ഒരു ഏകീകരണം ഉണ്ടോ? നിങ്ങൾ പറ. ഇങ്ങനെ ഈ സമൂഹത്തിൽ, ഓർക്കുക, എല്ലാവരെയും സ്വീകരിച്ച ഈ സമൂഹത്തിൽ നമുക്ക് സംസ്കാരമില്ലെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞേ? പക്ഷെ നിങ്ങൾക്ക് പറയാൻ അറിയില്ല. കാര്യം എന്താണെന്നറിയാവോ? നമുക്ക് മാത്രം പഠിക്കേണ്ട ഉപ്പൂപ്പാന്റെ തഴമ്പും കണ്ടോണ്ട് ഇപ്പോഴും ഇരിക്കുക നമ്മള്. എന്താ, ഞങ്ങളൊക്കെ ആരാരെന്നറിയാവോ? ആരാ? ഒന്നാം തരം ചേകവന്മാരായിരുന്നു. എന്നാ അപ്പൂപ്പന്റെ കാലഘട്ടത്തില് ആ വാളെടുത്ത് കയ്യിൽ പിടിച്ച ചേകവന്മാരായിരുന്നു. ഇപ്പം മക്കള് വാള് വെച്ച് കീഴടങ്ങിക്കൊണ്ടിരിക്കുക. ആ വാളല്ല ഈ വാള്, കേട്ടോ, ഒന്ന് ഓർത്തുകൊള്ളുക. അപ്പോ അന്ന് അപ്പൂപ്പന്മാരൊക്കെ വാളെടുത്തു, ചേകവന്മാര്. ഇനിയും തെക്കോട്ട് ചെന്നാലോ, അയ്യോ, ഞങ്ങളുടെ അപ്പൂപ്പന്മാരൊക്കെ ആരാരെന്നറിയാവോ? നല്ല ഒന്നാം തരം വൈദ്യന്മാരായിരുന്നു. ഇപ്പൊ പോകുന്ന ഹോസ്പിറ്റലുകൾ ഏതാന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി, കേട്ടോ, തിരുവല്ലക്കാരുൾപ്പെടെ. എത്ര വൈദ്യന്മാരുണ്ടെന്ന്. 3, ഞങ്ങളുടെ ആളുകളൊക്കെ ഉണ്ടല്ലോ, എന്നാ കൃഷിക്കാരായിരുന്നു അറിയാവോ? ഇപ്പൊ 3 സെന്റ് കിട്ടിയാൽ മുഖ്യമന്ത്രിയുടെ വീട് വെക്കാമെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. ഓർത്തോണം, ഇതൊക്കെ പണ്ടത്തെ കഥകൾ. ഉണ്ടായിരുന്നേ ദ്രാവിഡ സംസ്കാരമായിരുന്നു. ഈ മണ്ണിന്റെ മണമുള്ള, ചോരയുടെ മണമുള്ള, ഗന്ധമുള്ള ഒരു സംസ്കാരം. മണ്ണിനെയും പെണ്ണിനെയും സംരക്ഷിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. അതാണ് മറ്റുള്ളവർ കയറി നിരങ്ങിയപ്പോഴേ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, തൻ്റെ മക്കളുടെ അച്ഛൻ ആരാണെന്ന് തിരിച്ചറിയാവുന്ന സംസ്കാരമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ അമ്മൂമ്മമാരുടെയൊക്കെ മനസ്സിലായോ? കാരണം എന്താ? ദ്രാവിഡ സംസ്കാരം, മണ്ണിനും പെണ്ണിനും സംരക്ഷണം കൊടുക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ഇവിടെ. ആ സംസ്കാരത്തിലൂടെ കടന്നു വന്ന് നമ്മൾക്ക് ആര്യവംശയുടെ കടന്നുവരവോടുകൂടി നാട്ടുരാജ്യങ്ങളിലേക്ക് പലതരത്തിലുള്ള സംസ്കാരം കടത്തിവിട്ടുകൊണ്ട് ഇവിടെ നിലനിന്നിരുന്ന സംസ്കാരത്തെ നശിപ്പിച്ചു. ഒരു ഋഷീശ്വര സംസ്കാരം ഉണ്ടായിരുന്നു. വേദാന്തങ്ങൾ പഠിച്ചുകൊണ്ടുള്ള സംസ്കാരം ഉണ്ടായിരുന്നു. അതിനെ എന്തു ചെയ്തു? സ്മൃതികൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ നിലനിൽപ്പിന് ആവശ്യമായി രാജശാസനം അതിനെ കീഴടക്കി. അങ്ങനെ രാജാക്കന്മാർ ഇവിടെ കൊലവിളി നടത്തി. അക്കാലഘട്ടമല്ലേ, ഒരു നോക്കുക, 18-ാം നൂറ്റാണ്ട് എന്നാലേ വേലുത്തമ്പി തളവ് അവിടെ നമ്മുടെ കഴുത്തറത്തിട്ട സ്ഥലം ഉൾപ്പെടെയുണ്ട്. ഓർത്തുകൊള്ളുക, ഇവിടെ നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ചു. പുതിയ തലമുറയെ സംസ്കാരം പഠിക്കാൻ അനുവദിച്ചില്ല. അവരുടെ ചെവിയിൽ ഈയമുരുക്കി ഒഴിച്ചു. പിന്നെയോ, ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ, നിങ്ങളുടെയൊക്കെ മക്കള് ഗർഭം ധരിക്കുമ്പോ മരുമക്കൾക്ക് കൊടുക്കുന്നത് വാളംപുളി പിഴിഞ്ഞ നീരാണോ കൊടുക്കുന്നത്, അതോ കുങ്കുമപ്പൂ കലക്കിയാണോ കൊടുക്കുന്നത്? ഇന്ന് കുങ്കുമപ്പൂ കൊടുക്കും, ബാദാം മിൽക്ക് കൊടുക്കും. പക്ഷേ ഈ ചെവിയിൽ ഒരുക്കി ഒഴുക്കി അന്ധന്മാരായിക്കൊണ്ട് നമ്മുടെ അമ്മൂമ്മമാരുടെയൊക്കെ ആ ഒരു തലമുറയുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നറിയാവോ? പുളി പിഴിഞ്ഞ് ഗർഭിണിയെ പുളി കുടിപ്പിക്കും. ഇപ്പം മനസ്സിലായോ നമ്മൾ പ്രതികരണശേഷി ഇല്ലാതായി പോയത് എന്തുകൊണ്ടാണെന്ന്? ആണോ അല്ലയോ നിങ്ങൾ പറയുക. അമ്മമ്മമാര് പുളി കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പുളി കുടിച്ചിട്ടുണ്ടെങ്കിൽ മന്ദബുദ്ധികളായിട്ട് എല്ലാവരുടെ മുന്നിലും ഇങ്ങനെ ഇരിക്കും. പുളി കുടിച്ചിട്ടില്ലെങ്കിൽ ഡോക്ടർ പൽപ്പവിനെ പോലെ, കുമാരനാശാനെ പോലെ, TK മാധവനെ പോലെ, സഹോദര അയ്യപ്പനെ പോലെ ഉശിരുള്ളവരായി രംഗത്തേക്ക് കടന്നു വരും. അപ്പൂപ്പനെയും അമ്മൂമ്മയും പറയിപ്പിക്കണോ വേണ്ടിയോ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങൾ. അങ്ങനെ സംസ്കാരശൂന്യരായി പോയി. സംസ്കാരശൂന്യമായ ആ തലത്തിലാണ് മഹാഗുരുവിന്റെ ജനനം. അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തെ ഉദ്ധരിക്കുവാൻ ആ മഹാഗുരുവിന്റെ ജനനം. ഓർക്കുക, അരിവിപ്പുറം പ്രതിഷ്ഠ ശേഷം ഞാൻ ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ, സമയക്കുറവ് കൊണ്ട്. ഓർക്കേണ്ടത്, മഹാഗുരുവിന്റെ ശിഷ്യർ ഗുരുവിനോട് ഓർത്തിച്ചു, അല്ലയോ മഹാഗുരു, ഈ സമൂഹത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? എന്താ അവിടെ സംഭവിച്ചത്? ഈ സമൂഹത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്നവർക്ക് ജാതി വെറി പൂണ്ടവർ, വർണ്ണവിവേചനം കാത്തു സൂക്ഷിച്ചവർ ഇവിടെ നിലനിൽപ്പില്ലാതാക്കി, അടിമപ്പെടുത്തി കളഞ്ഞു, അജ്ഞതയിൽ ആണ്ടുപോയി. രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്തു? കുറെ പേര് ക്രിസ്ത്യാനി പട്ടം സ്വീകരിച്ചു പോയി, കുറെ പേര് പൊന്നാനിക്ക് പോയി. അങ്ങനെ മതപരിവർത്തനം നടത്തി. ഇപ്പോഴും കൈകൊട്ടിപ്പാടാൻ അവസരം കിട്ടിയ ഒതുക്കത്തിൽ പോകുന്നതിന്റെ കാര്യം മനസ്സിലായോ? ബോധമില്ലാഞ്ഞിട്ടാ, സംസ്കാര ശൂന്യതയാണ് കാണിക്കുന്നത്. തിരിച്ചറിഞ്ഞുകൊള്ളുക നിങ്ങൾ. ആ ബോധം ഉണ്ടാക്കാനാ ഇങ്ങോട്ട് വിളിച്ചത് കേട്ടോ. ഈ കൺവെൻഷൻ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടെന്നേ. സംസ്കാര ശൂന്യമായ സമൂഹത്തെ ഒരു സംസ്കാരം പഠിപ്പിച്ചു ഗുരു. 100 വർഷം മുമ്പ് ശിഷ്യരി ചോദിച്ചു,
അല്ലേ മഹാഗുരു? കുഞ്ഞുങ്ങളെ ജനിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല, കുഞ്ഞുങ്ങളെ ജനിച്ചാൽ അവരെ സംരക്ഷിക്കാൻ അറിയില്ല, തൊഴിലും തീണ്ടിലും എന്ന് വേണ്ട ഇങ്ങനെ പോകുന്നു സമൂഹത്തിന്റെ വ്യവസ്ഥിതി. കല്യാണത്തിനും നല്ല സമ്പ്രദായമില്ല, മരണത്തിന് സമ്പ്രദായമില്ല, മരണശേഷം സമ്പ്രദായമില്ല, തുടങ്ങി ഈ സമൂഹം ദുരവസ്ഥയിലാണ്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിൽ ഉണ്ണാത്തോർ, ഇങ്ങനെ ഒട്ടലുകോ ജാതി കോമരങ്ങൾ. ആ കാലഘട്ടമാണ് കുമാരനാശാന്റെ ദുരവസ്ഥ, ചണ്ടാലഭിക്ഷുകി തുടങ്ങിയ കവിതകൾ ഇവിടെയൊക്കെ കടന്നു വരുന്നത്. തൂമതേടും തൻ പാളകിണറ്റിലിട്ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നിടിനാൻ ശ്രീമനാഭിക്ഷുവങ്ങു ചെന്നർത്ഥിച്ചാൻ. അല്ലേ? മാതങ്കിയെയും ആനന്ദനായ ആര്യഭിക്ഷുവിനെയും ഇങ്ങ് താഴേക്കിടയിൽ കിടക്കുന്ന ഗ്രാമത്തിൻ പുറത്തങ്ങോ വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ, ആ ചണ്ടാലിയെയും കൂട്ടിച്ചേർത്തു കുമാരനാശാൻ. ജാതിക്കോമരണങ്ങളുടെ കൂത്താട്ടങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ വേണ്ടി. പ്രിയമുള്ളവരെ, അങ്ങനെ മഹാഗുരു തൻ്റെ ശിഷ്യർക്ക് പറഞ്ഞു കൊടുത്തു ഒരു പുതിയ നിയമസംഹിത. നിങ്ങൾ എങ്ങനെ വിവാഹിതരാകണം, വിവാഹത്തിന്റെ സമ്പ്രദായം എന്തായിരിക്കണം, വിവാഹം കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കേണ്ടത് എങ്ങനെ. ഇപ്പൊ ഞാൻ പറയാം, കുഞ്ഞുങ്ങളൊക്കെ രാസലീലയാടി നടക്കുന്നതിന്റെ കാരണം ഇപ്പം പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഗുരു പറഞ്ഞു തന്നു ഒരു മനുഷ്യ കുഞ്ഞിനെ എങ്ങനെ ജനിപ്പിക്കണം, ഏത് സമയത്ത് ജനിപ്പിക്കണം. കറുത്ത വാവിന് അരുത്, ഉത്സവത്തിന് കൊടിയേറി കിടക്കുമ്പോ അരുത്, അയന സന്ധിക്ക് അരുത്. ഇപ്പൊ അമ്മമാർ ഓർക്കുക, ദൈവമേ ഇവൻ കറുത്ത വാവിനുണ്ടായതായിരിക്കും, അതായിരിക്കും ഇങ്ങനെ ആയിരുന്നില്ലേ. സത്യാന്നേ, മനസ്സിലായോ? കുഞ്ഞുങ്ങൾ തലതെറിഞ്ഞ് കിടക്കുന്നത്. നമുക്ക് നല്ല കൃഷി അറിയാം, ചേന കൃഷി അറിയാം. കുമ്പപ്പറണി നോക്കിയിരുന്നവരുണ്ട് ഇവിടെ, ചേനപ്പൂളും മുറിച്ച് വെച്ച് കിളിപ്പിച്ചോണ്ട് ഇപ്പൊ മേടമാസമായി ചേമ്പു ഇഞ്ചിയൊക്കെ മുളപ്പിച്ച് വെച്ചിരിക്കുക നടാൻ. നല്ല കൃഷി അറിയാം, പക്ഷെ ഒറ്റ കൃഷിയിൽ നമ്മൾ പിഴച്ചുപോയി. ഏതാ? മനുഷ്യകൃഷി. മനസ്സിലായോ? ഏകവിംശതി കുലോത്താരനായ ധർമ്മത്തെ സംരക്ഷിച്ച് ധർമ്മപ്രജയെ സൃഷ്ടിക്കുവാൻ മഹാഗുരു അരുൾ ചെയ്ത ആ മനുഷ്യകൃഷി എങ്ങനെയായിരിക്കുമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഗുരു. എങ്ങനെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കണം, ഏത് സമയത്ത് ജനിപ്പിക്കണം, നല്ല സമയം നോക്കി മാതാപിതാക്കളുടെ മനസ്സും ശരീരവും ഒരേപോലെ സംയുക്തമായി ചേരുന്ന ആ ഒരു കാലഘട്ടം പിണ്ടനന്ദിയിലൂടെ ജീവിതചക്രം പറയുന്നു. ഗർഭത്തിൽ വെച്ച് ഭഗവാനടിയന്റെ പിണ്ടം, കേട്ടിട്ടുണ്ടല്ലോ ആ കാലഘട്ടം. ഓർക്കണം, അങ്ങനെ ജനിക്കുന്ന കുഞ്ഞ് ഗർഭകാലഘട്ടത്തിൽ അമ്മ എങ്ങനെയായിരിക്കണം, ഗർഭകാലഘട്ടം കഴിഞ്ഞാൽ പ്രസവം ശുശ്രൂഷ എങ്ങനെയായിരിക്കണം, ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എങ്ങനെയായിരിക്കണം, ആ ഗൃഹസ്ഥ ജീവിതത്തിൽ പാലിക്കേണ്ട പഞ്ചശുദ്ധി പഞ്ചധർമ്മം പഞ്ചമഹായജ്ഞം എങ്ങനെയായിരിക്കണം. നടക്കുക ഇപ്പോഴും കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാ, സ്വാമിയെ കാണാ, സ്വാമിയെ കണ്ട മോക്ഷം കിട്ടും, എപ്പ കിട്ടും, ഇപ്പൊ കിട്ടും. കുറച്ച് പേരുന്ന് ഞായറാഴ്ച മണികെട്ടാൻ പോയിട്ടുണ്ടായിരിക്കും. ഒരു കുടുംബസംഘം വേദി ചെന്നപ്പോൾ അവര് പറയുക, എന്റെ സാറേ ഇന്നൊരു കുടുംബ യൂണിറ്റുകാർ വന്നിട്ടില്ല, 10 കുടുംബ യൂണിറ്റാ, 9 പേര് വന്നു, 10ാമത്തെ കുടുംബ യൂണിറ്റ് വന്നിട്ടില്ല. ഞാൻ ചോദിച്ചു എവിടെ പോയി? അവര് മണി കെട്ടാൻ പോയി. എനിക്കൊന്നും മനസ്സിലായില്ല. കാളയ്ക്ക് മണി കെട്ടുന്നെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് എവിടെ മണി കെട്ടാൻ പോയതാ? അയ്യോ അതെന്നാ ഏതാണ്ടൊരു എവിടെ പോയിട്ടുള്ളവരുണ്ട്. അപ്പൊ ഇവിടെ കണ്ടോ, കറക്റ്റ് അറിയാം, ഇതറിയാതില്ല ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പോ എവിടെയോ മണി കെട്ടിയാൽ എന്ത് കിട്ടും? സകല സൗഭാഗ്യങ്ങളും കിട്ടും. ഇത് കേട്ടുകൊണ്ട് വേദി കയറിയിട്ട് ഞാൻ ഒരൊറ്റ കൂവിച്ച കൊടുത്തു. എന്താ കാര്യം എന്നറിയാവോ? ഇവിടെ ഇരിക്കുന്നവരൊക്കെ മന്ദബുദ്ധികളാ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? മണി കെട്ടിയാൽ എല്ലാം കിട്ടുമെങ്കിൽ അവിടെ പോയി മണി കെട്ടിയിട്ട് വീട്ടിൽ പോയിരുന്നാ പോരെ. സുറന്ന് ഇങ്ങനെ വന്നോണ്ടിരുന്നോളത്തില്ലേ? പിന്നെ എന്തിനാ ഈ കഷ്ടപ്പെട്ട് നടക്കുന്നത്? അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇന്നും കിട്ടുതുള്ളുക. മാറ്റണ്ടേ? പറഞ്ഞു കൊടുത്തു ഗുരു. അതുകൊണ്ട് മരണശേഷമുള്ള കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം, അപരക്രിയ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. 16 അടിയന്തരം നടത്തി, 41 കൂട്ടി അടിയന്തര കൂട്ടി നടത്തുക. പ്രിയമുള്ളവരെ, ഇതിനെല്ലാം അറുതി ഉണ്ടാവണം. അങ്ങനെ ജനിക്കേണ്ടത്, ജനിച്ച് ജീവിച്ച് മരിച്ച് പരിണമിച്ചുള്ള എല്ലാ കർമ്മങ്ങളെയും കുറിച്ച് ഗുരു ഒരു നിയമസംഹിത ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ പേരാണ് ശ്രീനാരായണ സ്മൃതി അഥവാ ശ്രീനാരായണ ധർമ്മം. എഴുതി കൊടുത്തിട്ട് 100 വർഷമായി. ശ്രീനാരായണ ദർശനോത്സവത്തിൽ 16 വർഷമായി വരുന്ന എൻ്റെ പൊന്ന് സഹോദരങ്ങളോട് ചോദിക്കട്ടെ, ശ്രീനാരായണ ധർമ്മം എന്ന കൊച്ചു പുസ്തകം ബൈബിള് പോലെ ഖുർആൻ പോലെ കയ്യിൽ പിടിച്ച് സംസ്കാരം പുലർത്തുന്നവരൊന്ന് കൈപൊക്കിക്കേ.
സന്തോഷമായി. ഇത് വീഡിയോ പിടിക്കാതിരിക്കട്ടെ ആരും. പക്ഷെ ഇതൊരു ബൈബിൾ കൺവെൻഷൻ വേദിയായിരുന്നെങ്കിൽ ബൈബിൾ ഇല്ലാത്ത ഒരാളുണ്ടാവുമോ? നിങ്ങൾ പറ. ഒരു ഖുർആൻ കൺവെൻഷൻ വേദിയായിരുന്നെങ്കിൽ ഖുർആൻ ഇല്ലാത്ത ഒരാളുണ്ടായിരിക്കുമോ? നിങ്ങൾ പറ. ചോദിക്കുന്നത് തെറ്റാണോ? പഠിപ്പിച്ചു മടുത്തു, നന്നാവില്ല എന്ന് പറഞ്ഞ എന്താ ചെയ്യുക? അതുകൊണ്ടാ പറഞ്ഞു പോകുന്നത്. ഓർത്തുകൊള്ളുക. എന്നിട്ടൊരു ഓമന പേര് പറയും. എവിടെ പോവാ? അയ്യോ എടി അവിടെ കൺവെൻഷൻ നടക്കുകയല്ലേ എടി, 12:30 പോയാ ഗുരുപൂജം കഴിച്ചു പോരാം. ഉച്ചയ്ക്ക് ആള് കൂടും, വൈകിട്ട് ഭക്ഷണം ഉണ്ടേ വൈകിട്ടും ആള് കൂടും. ആ സംസ്കാരം ഇന്നും വിട്ടിട്ടില്ല. ഇനിയും നിങ്ങൾ ആരാ? അയ്യോ ഞങ്ങളുടെ പേരാണ് ശ്രീനാരായണീയര്. നാണമില്ലേ പറയാൻ? ഒരു വണ്ടിയുടെ മുന്നിൽ കയറുന്ന ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഡ്രൈവറാണെന്ന് പറയുന്ന പോലേ ഉള്ളൂ. ഗുരുവിൻ്റെ മുന്നിൽ കയറുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട്, ശിവരിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട്, ഏതെങ്കിലും കുരുക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോയി ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് നാണമാവുന്നില്ലേ പറയാൻ ഞാൻ ശ്രീനാരായണീയനാണെന്ന്? ശ്രീനാരായണീയൻ എന്ന് പറഞ്ഞ ആരാ? ഗുരു എഴുതി തന്ന ശ്രീനാരായണ സംസ്കാരത്തിൽ ജീവിക്കുന്നവരെ പറയുന്ന പേരാണ് എന്ത്? ശ്രീനാരായണീയർ. മനസ്സിലായോ? എങ്ങനെ ജനിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം, എങ്ങനെ വിവാഹം കഴിക്കണം, എങ്ങനെ മരണാനന്തരം ചെയ്യണം തുടങ്ങി ഗുരു രചിച്ചു തന്ന ആ ശ്രീനാരായണ സ്മൃതി സംസ്കാരത്തിൽ ജീവിക്കുന്നവർക്ക് പറയുന്ന പേരാണ് ശ്രീനാരായണീയർ. ഞാൻ ഇപ്പൊ കൈപൊക്കിക്കുന്നില്ല, നാണം കെടുത്തുന്നില്ല. പക്ഷേ അടുത്ത വർഷം ഇവിടെ വരാൻ യോഗമുണ്ടായാൽ അന്ന് ഞാൻ ചോദിക്കും, ഇതിലെത്ര ശ്രീനാരായണീയരുണ്ടെന്ന്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ അന്ന് ഇവിടെ വരാനിടയായാൽ അന്ന് കൈപൊക്കണേ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. കള്ളം പറയരുത് ഗുരുവിൻ്റെ മുന്നിൽ. അന്നിരുന്ന് കൈപൊക്കണം. അതിന് ഇനി സ്വീകരിക്കുക. എവിടെയെങ്കിലും പോകുമ്പോൾ 50 രൂപ കാശ് കൊടുത്തിട്ട് വെറുതെ കിട്ടിയ ഫലമുണ്ടാവില്ല. 50 രൂപ കാശ് കൊടുത്താൽ ഇനി അത്രയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഒരു ശ്രീനാരായണ ധർമ്മത്തിൻ്റെ പുസ്തകം മേടിക്കുക. ഞാൻ ഈ പറഞ്ഞതൊക്കെ അതിലുണ്ടോ എന്ന് നോക്കണം. ഞാനിത് പറയാൻ കാര്യം, പ്രിയമുള്ളവരെ, കഷ്ടമാണ് നാം കാണുന്ന കാഴ്ച. ഈ സമൂഹം സമ്പന്നമാണെന്ന് നിങ്ങൾ പറയുന്നത് വെറുതെയാ, ശുദ്ധ മണ്ടത്തരാ. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ നിങ്ങൾ സന്തുഷ്ടരാണെന്ന്? എൻ്റെ മക്കളിൽ, എൻ്റെ ഭർത്താവിൽ, എൻ്റെ ഭാര്യയിൽ സന്തുഷ്ടരാണെന്ന് പറയാൻ പറ്റുന്നവർ വളരെ കുറവായി. എനിക്കറിയാം. കാരണം ഞാനൊരു ഫാമിലി കൗൺസിലറാ. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ കൗൺസിലിംഗ് നടത്തിവിട്ട വ്യക്തിയാ. കാണുമ്പോൾ എല്ലാം ഉണ്ട്. മാലയുണ്ട്, കമ്മലുണ്ട്, ജിമിക്കിയുണ്ട്, ആ കോട്ടുണ്ട്, സൂട്ടുണ്ട്, ബെൻസ് കാറുണ്ട്. പക്ഷെ എന്തില്ല? മനസ്സമാധാനം ഇല്ല. നിങ്ങൾക്കറിയുമോ, നിരവധിയായ വൃദ്ധസദനങ്ങളുള്ള നാടാണിത്. ആ വൃദ്ധസദനങ്ങളൊക്കെ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളിൽ പെട്ട് കിടക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാ. കാണുമ്പോൾ നെഞ്ചു പൊട്ടുക. അതാണോ ശ്രീനാരായണ സംസ്കാരം? അതാണോ ശ്രീനാരായണ സംസ്കാരം? ഞാനിവിടെ ഈ ചെങ്ങന്നൂര് ചാർജ് എടുത്തു കഴിഞ്ഞ് അവിടെ ഇലഞ്ഞിമേൽ എന്ന് പറയുന്ന ഒരു ശാഖയുണ്ട്. അവിടെ അടുത്ത് പോയി 10 മിനിറ്റ് കൊണ്ട് നിർത്താൻ കേട്ടോ. അവിടെ ചെന്നപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ച, പ്രിയമുള്ളവരെ, അവിടെ എന്നെ ഒരു പൂജയ്ക്ക് വിളിച്ചതാ. ആട്ടെ, ഇവിടെ ഗുരുക്ഷേത്രമുള്ള കൊണ്ട് എല്ലാവരും ചെയ്ത് കാണും. എങ്കിലും ഞാനൊന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഗുരുപൂജ ചെയ്തിട്ടുള്ളവരൊന്ന് കൈപൊക്കാവാ. ഗുരുപൂജ നടത്തിയിട്ടുള്ളവർ? സന്തോഷം. ഒട്ടുമുക്കാൽ ആളുകളും ഗുരുപൂജ നടത്തിയിട്ടുണ്ട് കേട്ടോ. സന്തോഷം. പക്ഷേ ഞാൻ ഒന്നുകൂടെ ചോദിക്കുമ്പം കൈപൊക്കുന്നത് എനിക്കൊന്ന് കാണണം. ആരാ നിങ്ങളുടെ ഗുരു? ആദ്യ ഗുരു ആര്? ആരാണ്ടൊരു സൗണ്ട് അവിടെ നിന്ന് വന്നു. ഒരു മോൻ്റെ സന്തോഷം. ഒരു കയ്യടി കൊടുക്കാം. മോനൊരു കയ്യടി കൊടുക്കാവോ? ആരാണ് ആദ്യ ഗുരു? കഴിഞ്ഞ ദിവസം മെഴുവലി ചെന്ന് B.Ed കോളേജിൽ ക്ലാസ് എടുക്കാൻ ചെന്ന്, ഇവിടെ ടീച്ചർമാരും എല്ലാം ഉണ്ടോ? നാണം കെട്ടോട്ടെ, സാരമില്ല. B.Ed കോളേജിൽ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് നിങ്ങളുടെ ആദ്യത്തെ അധ്യാപിക? ഒരു ടീച്ചർ ചാടിക്കയറി പറയുക മേരി ടീച്ചറാണെന്ന്. ഞാനൊരു ഒറ്റ കൂവിച്ചയും കൊടുത്തു. ഞാൻ പറഞ്ഞു, പിള്ളേർ നാളെ കൂവാതിരിക്കാനാണ് ഞാനിപ്പോൾ കൂവിയത്. ആരാ നിങ്ങളുടെ ആദ്യത്തെ ഗുരു? കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, 5 ഇന്ദ്രിയ അനുഭൂതികളാണ് എൻ്റെ ജ്ഞാനം, അല്ലേ? ആദ്യം അത് പകർന്നു തന്നത് ആരാ? മക്കൾക്ക് സുഖിക്കത്തില്ല. കാരണം ഈ അമ്മ കറുത്തതാ, വിയർപ്പിന്റെ അസുഖമുണ്ട് അമ്മയ്ക്ക്, ഇഷ്ടമല്ല പോലും. വാട്സാപ്പില്ല, ഫേസ്ബുക്ക് ഇല്ല, ട്വിറ്റർ ഇല്ല. നാണക്കേട് അവർക്ക് ഇപ്പൊ അമ്മയെ കാണാൻ. വിവരമുണ്ടെന്ന് അഭിനയിക്കുന്ന, വിദ്യാസമ്പന്നരാണെന്ന് ഞെളിഞ്ഞു നടക്കുന്ന പുതുതലമുറയോടാണ് എൻ്റെ വാക്ക്. ഞാനും കോളേജ് അധ്യാപകൻ, അതുകൊണ്ടാണ് ധൈര്യത്തെ പറയുന്നത്. നിങ്ങൾക്ക് തെറ്റി മക്കളെ. നിങ്ങൾ പറയുന്ന ഗുരുവല്ല ആദ്യ ഗുരു. നിങ്ങളുടെ ആദ്യ ഗുരു ആരാണ്? മാതാവാണില്ലേ? ആ മാതാവിന് പൂജ ചെയ്തിട്ടുണ്ടോന്നാ എൻ്റെ ചോദ്യം. അമ്മമാർ മരിച്ചു പോയിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കേ.
കൈ താത്തിട്ടോ. അമ്മമാർ ജീവിച്ചിരിക്കുന്നവരെന്ന് കൈ പൊക്കിക്കേ. സന്തോഷം. ഇവിടെ ഇച്ചിരി തമിഴ് പറഞ്ഞുകൊണ്ട് ഞാനും ഒരു തമിഴ് ഉപയോഗിക്കുകയാണേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചത്തുപോയി എന്ന് കേട്ടിട്ടുണ്ടോ? ചത്തുപോന്ന് പറഞ്ഞാൽ എന്നാ ഉദ്ദേശിക്കുന്നത്? മരിച്ചുപോയി എന്നില്ലേ? പക്ഷെ തമിഴിൽ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? അന്തയാള് സത്തുപോയാച്ച്. അപ്പം നമ്മൾ പറയും അവൻ്റെ ഭാഷ കേട്ടില്ല, അവന് വിവരക്കേടാന്നാ പറയുന്നത് അല്ലേ? യഥാർത്ഥത്തിൽ പോയത് സത്താണോ ചത്താണോ? സത്താ പോയത്. ആരുടെ സത്ത് പോയി? ഇപ്പൊ അമ്മ ഭിത്തിക്കിരിക്കുന്നതല്ലേ ഉള്ളൂ? സത്തുള്ള അമ്മയാണോ ഭിത്തിക്കിരിക്കുന്നത്? ഇല്ല, സത്തില്ലാത്ത അമ്മയാണ് ഭിത്തിക്കിരിക്കുന്നത്. മരിച്ചുപോയവരോട് പറയുന്നു, അമ്മയുടെ ഫോട്ടോയിൽ എന്തില്ല? സത്തില്ല. അമ്മ സത്ത് പോയി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിളക്ക് കണ്ടാൽ തൊഴാറില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇവിടെ വന്നിട്ട് നിങ്ങൾ തെറ്റൊന്നും പഠിക്കരുത് കേട്ടോ. വിളക്ക് കണ്ടാൽ തൊഴാറുണ്ടോ? ഉണ്ടെന്ന് പറ, ഇല്ലേ ഇല്ലെന്ന് പറ. ഇനിയും തിരുത്തിക്കോണം. ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾ ഇനിയും മാറ്റി പറയും. ഇവിടെ അടുത്തല്ലേ മാന്നാറ്? ഇവിടെ അടുത്തല്ലേ മാന്നാറ്? മാന്നാറ് വഴി യാത്ര ചെയ്തിട്ടുണ്ടോ? അപ്പുറം ഇപ്പുറം ഇഷ്ടം പോലെ വിളക്കിരിപ്പുണ്ടല്ലോ. കണ്ടാ തൊഴാറുണ്ടോ? ആണ്ട പറഞ്ഞോ. ഞാൻ പറഞ്ഞില്ല, 1 മിനിറ്റ് തികഞ്ഞില്ല, വാക്ക് മാറ്റിയത് കണ്ടോ? ഞങ്ങൾ എന്നാത്തേലാ തൊഴുന്നത്? കത്തിച്ച് വെച്ചാലേ തൊഴുത്തുള്ളൂ. അപ്പം നിങ്ങൾ തൊഴുന്നത് വിളക്കിനെയാണോ ദീപത്തെയാണോ? അതോ മയിലിന്റെ വലിപ്പം കണ്ടോണ്ടാണോ? ചിലർക്കൊക്കെ ഒരു തോന്നലുണ്ട്, ഞാൻ ഇവിടെ നിന്ന് നമസ്തേ പറഞ്ഞപ്പം ഞങ്ങൾ സുന്ദരി ആയതുകൊണ്ടായിരിക്കും ഞാൻ നമസ്തേ പറഞ്ഞത്. ചിലരോർത്ത് കാണും നിങ്ങളുടെ മാല കണ്ടിട്ടാണ്, നിങ്ങളുടെ വലിപ്പം കണ്ടിട്ടാണ്. ഒന്നുമല്ല. ആനയ്ക്കൊരു വിചാരമുണ്ട്, നമ്മൾ പോയി തൊഴുമ്പോഴേ ആനയുടെ വലിപ്പം കണ്ടിട്ടാണ്. നിങ്ങൾ തൊഴുന്നത് ആനയാണോ? അല്ല, ആനപ്പുറത്തിരുന്ന വിഗ്രഹത്തെയാണ് തൊഴുന്നത് കേട്ടോ. അപ്പോ ഈ തൊഴിച്ചിൽ കാണുമ്പോൾ ഓർത്തോണം എന്തിനെയാണ് തൊഴുതതെന്ന്. ഓർക്കുക, നിങ്ങൾ തൊഴുന്നത് വിളക്കിനെയല്ല, ആ വിളക്കിലെ ദീപത്തെയാണ് തൊഴുന്നത്. ശരിയോ തെറ്റോ? അങ്ങനെ വരട്ടെ, ശരിയാണല്ലേ? അപ്പോ അങ്ങനെയാണെങ്കിൽ ആ ദീപമാണ് അതിന്റെ സത്ത് അല്ലേ? ഓം അഗ്നേതവയ തേജസ്തദ്ഭ്രാമം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിത് സപ്തജുഹാഹ ത്വയി വിഷയ ഇത് സമിതോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം നഹ പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ. ഓം ശാന്തി ശാന്തി ശാന്തി. സാക്ഷാൽ അഗ്നിയെ ഇല്ലേ ബ്രഹ്മമായി കണ്ടുകൊണ്ട്, അല്ലയോ അഗ്നി, നിന്നിൽ യാതൊരുവിധ തേജസ്സുണ്ടോ അത് ബ്രഹ്മത്തിൻ്റെതാകുന്നു ഇല്ലേ? അതുകൊണ്ട് നീ പ്രത്യക്ഷ ബ്രഹ്മമാകുന്നു. നിങ്ങൾ തൊഴുന്നത് ബ്രഹ്മത്തെയാണ്. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, സത്തുള്ളതിനെ തൊഴണോ സത്തില്ലാത്തതിനെ തൊഴണോ? പറ. കത്തിച്ച് വെച്ച വിളക്കിനെ തൊഴണോ കെടുത്തി വെച്ച വിളക്കിനെ തൊഴണോ? കത്തിച്ച് വെച്ച വിളക്കിനെ തൊഴില്ലേ. കാരണം എന്താ? സത്തുള്ളതിൽ ബ്രഹ്മമുണ്ട്, അത് ശിവമയമാണ്, ശവമല്ല, ശിവമാണ്. സത്തുള്ളതിനെ ശിവമെന്നും സത്തില്ലാത്തതിനെ ശവമെന്നും പറയും. അപ്പൊ ശിവത്തെയാണോ ശവത്തെയാണോ തൊഴേണ്ടത്? ശിവത്തിനാണോ ശവത്തിനാണോ പൂജ ചെയ്യേണ്ടത്? ശിവത്തിന്. അങ്ങനെയാണ് ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്കാണോ ചത്ത് കിടക്കുന്ന അമ്മയ്ക്കാണോ പൂജ ചെയ്യേണ്ടത്? ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്കില്ലേ? ആദി ഗുരുവായ ആ അമ്മയ്ക്ക്, അമ്മയെ ഇരുത്തി അമ്മയുടെ പാദത്തിൽ പുഷ്പമർപ്പിച്ച് ആ പൂജ ചെയ്ത് ഗുരുപൂജ ചെയ്തിട്ടുള്ളവരൊന്നുകൂടെ കൈപോക്കിക്കേ കാണട്ടെ. നേരത്തെ എണ്ണം ഇല്ലല്ലോ, എവിടെ പോയി എണ്ണം? അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഗുരുപൂജയാണോ? നടന്നോ? ഒരു ഗുണവും കിട്ടത്തില്ല. ഞാനാ പറയുന്നേ, ലോകം മുഴുവൻ മണിയും കെട്ടി കിണിയും കെട്ടി ചരടും കെട്ടി നടന്നു. വീട്ടിലിരിക്കുന്ന അമ്മയ്ക്ക് പൂജ ചെയ്യാതെ, ആ അമ്മയെ നമിക്കാതെ, ആ അമ്മയുടെ പാദത്തിൽ സ്പർശിക്കാതെ എവിടെ പൂജ ചെയ്തിട്ട് എന്ത് കിട്ടുമെന്നാ നിങ്ങൾ വിചാരിച്ചേ? ഇത് ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? പഠിപ്പിച്ചെങ്കിൽ ആ പഠനം തെറ്റ്. ഗുരുധർമ്മം പഠിക്ക്. ധർമ്മത്തെ അനുഷ്ഠിച്ചാൽ ഒന്നിനെയും ഭയക്കേണ്ടതില്ല. അവിടെ പഠിക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇലഞ്ഞിമേൽ ചെല്ലുമ്പോൾ അവിടെ മാതൃപൂജയ്ക്ക് വേണ്ടിയാണ് ക്ഷണിച്ചത്. ഗുരുപൂജ, ഗുരുപൂർണിമ ദിവസം അവിടെ വിളിച്ചു. ഗുരു ആരാന്നറിയോ? ഗുരുക്കന്മാർ, കുറേ അമ്മമാരും കുറേ അച്ഛന്മാരും. അവിടെ ചെല്ലുമ്പോ അവിടെ ഇതാ നമ്മുടെ കുറേ സഹോദരങ്ങൾ, അവർക്ക് പൂണൂലൊന്നുമില്ല കേട്ടാ. പൂണൂലൊന്നും ഇടാതെ അവർ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് കുറെ അമ്മമാരെ കുളിപ്പിച്ച് വൃത്തിയാക്കിക്കൊണ്ട് ഇരുത്തുന്നു. ഇപ്പുറത്ത് ഇതാ കുറെ അച്ഛന്മാരെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഇരുത്തുന്നു. അച്ഛനമ്മമാരെ ഇരുത്തുന്നത് കണ്ടിട്ടുണ്ടോ? അച്ഛനും അമ്മയും മരിച്ചുപോയവർ കണ്ടു കാണും. നിങ്ങൾ കണ്ടിരിക്കുന്ന ഇരുത്തെപ്പോഴാണെന്നറിയാവോ? രാത്രി 12 മണിയാകുമ്പോ ആ ജോത്സനും ശാന്തിയും കൂടെ വരും. ഇരുന്നോ? ഇല്ല. കിട്ടിയോ? ഇല്ല. ഇപ്പൊ കിട്ടും, ബാധിക്കാൻ നിൽക്കുക. ഈ ഇരുത്താണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് കേട്ടോ. അതല്ല ഇരുത്ത്. ഇനിയും അന്നേരപ്പം നിങ്ങൾ ഇരിക്കാൻ എന്നതാ കൊടുക്കുന്നത്? ഇത്രയും പോരുന്ന ഒരു ചന്ദന കഷ്ണം,
അല്ലെ 5 രൂപയുടെ ഒരു വെള്ളിത്തകിട് പാവം പിടിച്ച് ജനിച്ച് ജീവിച്ച് ഇത്രയാക്കി അച്ഛനും അമ്മയ്ക്കും കൊടുത്ത ഒരു വെള്ളിത്തകിടോ അല്ല ഒരു ചന്ദനമുട്ടിയോ കയറ്റി ഇരുത്തിക്കോളാനാ പറയുന്നത്. ആരോടാ? ശാന്തിയോട്. ഞങ്ങൾക്ക് നേരമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക? ഓർത്തോ, നാട് കടത്താനാ, വീട്ടിലിരുത്താനല്ല ചന്ദനമുട്ടിയിൽ ആവാഹിച്ചത്. ഈ വീട്ടിലിരുന്ന ഈ തള്ളെ കൊണ്ടും തന്നെ കൊണ്ടും ചത്തു കഴിഞ്ഞാൽ സ്വൈര്യമില്ല. നാട് കടത്തുക, ഒന്നേ അങ്ങ് ദൂരെ കൊണ്ടുപോകും. എന്ത് കഷ്ട! ചത്തു കഴിഞ്ഞിട്ട് പൂജ ചെയ്യാണ്ടിരിക്കുകയാണോ? ജീവിച്ചിരിക്കുന്ന അച്ഛനെ അമ്മയും ചെയ്യുക. ആ ഇരുത്താണ് ഞാൻ കണ്ടത്. അവിടെ ചെന്നപ്പോ ഇതാ ആ അച്ഛനമ്മമാരെ കൊണ്ടിരുത്തുന്നു. ഞാൻ അവിടെ ചെന്നു, എൻ്റെ കയ്യിലേക്ക് മൈക്ക് തന്നു. എന്താ ഞാൻ ഗുരുപൂജ ചെയ്യേണ്ടത്? നിങ്ങൾ പറ. അതാണ് ഗുരുപൂജ. ഞാൻ അവിടെ ചെന്നു, ഗുരുധ്യാനം ചൊല്ലി, ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എവിടെയാണത് ആദ്യം ചൊല്ലേണ്ടത്? സ്വന്തം അമ്മയുടെ മുന്നിൽ നിങ്ങൾ ചൊല്ല്, സ്വന്തം അച്ഛന്റെ മുന്നിൽ നിങ്ങൾ ചൊല്ല്. അല്ലാതെ നിങ്ങൾ ക്ഷേത്രത്തിന്റെ ഒക്കെ വാതുക്കെ പോയി കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിവൻപ്രതികളുടെ മുന്നിലല്ല ചൊല്ലേണ്ടത്. ഇതാ ജീവിച്ചിരിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ഗുരുപൂജ ചെയ്യാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചിരുന്നു എങ്കിൽ ഈ അച്ഛനമ്മമാരെ മക്കൾ വൃദ്ധസദനത്തിലാക്കില്ലായിരുന്നു. ഇതാണ് ദൈവമെന്ന് തിരിച്ചറിയിച്ചിരുന്നെങ്കിൽ അവർ ഒരിക്കലും നിങ്ങളെ കൊണ്ടാക്കില്ലായിരുന്നു. അതാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്, അല്ലയോ അമ്മേ, ഗുരുനാഥയായ അമ്മേ, ദേവ അവതാരമെടുത്ത അമ്മേ, ഈ അമ്മയ്ക്ക് ഒരു മകനെയോ മകളെയോ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ലോകത്തൊരു ഈശ്വരനും അവരെ സംരക്ഷിക്കാൻ പറ്റില്ല. അത് പറ്റണമെങ്കിൽ എന്ത് വേണം? സംരക്ഷിക്കാൻ പഠിക്ക്. അവിടെ പോയി നിന്ന് ഞാനൊരു പ്രാർത്ഥന ചൊല്ലി. എല്ലാ അച്ഛനമ്മമാരും എന്നെ നോക്കി നിൽക്കുന്നു. അവിടെ ഞാൻ ചൊല്ലി, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. നിങ്ങൾ ഓർത്തുകൊള്ളുക. ദിവസവും പോയി ഉച്ചത്തിൽ ചെല്ല്, ഒന്നും ചെല്ലണം, നിങ്ങൾ ഉറക്കെ ചെല്ല്, മക്കള് കേക്കട്ടെ. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. കേക്കട്ടെ മക്കൾ. കടലിൽ മീൻ പെരുകുമ്പോൾ കരയിൽ വന്നടുക്കുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും, കടത്തീരമൊഴിയുമ്പോൾ വലയെല്ലാം ഉണങ്ങുമ്പോൾ അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും, അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. സത്യല്ലേ? എല്ലാം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, ബന്ധുക്കളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. കടലിൽ മീൻ പെരുകി ചാകരയായി കോള് വന്നടിച്ചപ്പോൾ കഴുകനും കാക്കകളും പറന്നു വന്നതുപോലെ മക്കളും കൊച്ചുമക്കളും മരുമക്കളും ബന്ധുക്കളും വന്ന് എല്ലാം പങ്കിട്ടെടുത്തു. ഇതാ വാർദ്ധക്യത്തിലേക്ക് കിടക്കുമ്പോൾ ഏകാന്തതയുടെ തടവറകളിൽ അച്ഛനമ്മമാരെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോവല്ലേ? അതല്ലേ സത്യം? ആ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എൻ്റെ മകനൊന്ന് അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന്, എൻ്റെ മകളൊന്ന് അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നില്ലേ? അതോ ചത്തു കഴിഞ്ഞ് തെക്കോട്ട് തിരിഞ്ഞ് ഉണ്ട ഉരുട്ടി വെക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പ്രിയമുള്ളവരെ, കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊരു ഗുരുപൂജ ചെയ്യും. ചത്ത് കഴിഞ്ഞ് എല്ലാ വർഷവും അമ്മയുടെ വാർഷികം നടത്തുക. ചത്ത് കഴിയുമ്പോൾ മറക്കത്തില്ല മക്കൾ, പേടിയാ. അമ്മയുടെ വാർഷികം നടക്കുക, നാട്ടുകാർക്ക് സദ്യ, വീട്ടുകാർക്ക് സദ്യ, അമ്മയുടെ ഫോട്ടോ വെച്ചിട്ട് മുല്ലപ്പൂമാല, ജമന്തിപ്പൂമാല, റോസപ്പൂമാല. കഷ്ടമുണ്ട് വിവരക്കേട് കാണിക്കാതെ. ഈ ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്ക് ഒരു മുഴം മുല്ലപ്പൂമാല നിങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു റോസപ്പൂമാല മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? അമ്മയുടെ ജനന തീയതിയിൽ ആ അമ്മയെ വിളിച്ചിരുത്തിയിട്ട് ഒരു മുല്ലപ്പൂമാല മേടിച്ചിട്ട് ആ അമ്മയുടെ കഴുത്തിലൊന്നിട്ട് കൊടുക്ക്. അല്പം അത്തർ അമ്മയ്ക്ക് മേടിച്ചുകൂട്. ചത്ത് കഴിയുമ്പോൾ പൗഡറും ചവപ്പട്ടിക്കടയിലെ അത്തറും കൊണ്ട് അടിച്ചിട്ടിരിക്കുക, മൂക്കി പഞ്ഞിയും വെച്ച് കിടക്കുന്ന അമ്മയ്ക്ക് ആര് മണക്കാനാ മക്കളെ ഇത് കാണിക്കുന്നത്? ജീവിച്ചിരിക്കുന്ന അമ്മമാർക്ക് കൊടുക്ക്, ജീവിച്ചിരിക്കുന്ന അച്ഛന്മാർക്ക് കൊടുക്ക്. അവരെ നിങ്ങൾ ചേർത്ത് പിടിക്ക്. അവരുടെ പാദത്തിൽ ഒരു പിടി പുഷ്പമിട്. ഒരു റോസപ്പവും വേണ്ടെന്നേ, വീടിൻ്റെ വാതിക്കെ നിൽക്കുന്ന തുളസിയിലയും പുഷ്പവും മതി. പറ്റുന്നെങ്കിൽ മാതൃപൂജ, അതാണ് ഗുരുപൂജ, നിങ്ങൾ ചെയ്യണം. അച്ഛനമ്മമാരെ രാവിലെ കുളിപ്പിച്ചൊരുക്കി ഒന്നിരുത്തുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്യ്. കുളിപ്പിച്ചൊരുക്കി ഇരുത്തിയിട്ട് 2 പാത്രം 1 ഗ്ലാസും എടുക്കണം.
ഒരു പാത്രം ഒരു ഇലയും മതി. വാഴയില ഇട്ടാണ് നിലവിളക്ക് വെക്കുന്നതല്ലേ? അവിടെ ദേവരൂപമായിട്ട് കണ്ടിട്ട. ഇവിടെ ദേവരൂപം ആരാ? സത്തുള്ള അമ്മയാണ്. അമ്മയുടെ പാദം ആ ഇലയിലേക്ക് ഒരു തൂസനയിൽ വെട്ടിയിട്ടിട്ട് അമ്മയെ കസേരയിലിരുത്ത്. എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ അല്പം വെള്ളമെടുക്കണം. എന്നിട്ട് വലിയ മന്ത്രമൊന്നും പഠിക്കണ്ട. ഓം ഗംഗേ ജയമുനേ ജൈവ ഗോദാവരി സരസ്വതി വേണ്ട, അതൊന്നും വേണ്ട. കിണറ്റിലെ വെള്ളമാണെന്ന് നമുക്കറിയാം, അമ്മയ്ക്കും അറിയാം ഇല്ലേ? അതുകൊണ്ട് പറയുക, അല്ലയോ ദൈവമേ, ഈ വെള്ളത്തെ ശുദ്ധീകരിച്ചാലും. അത് പറഞ്ഞിട്ടേ നമ്മുടെ എത്ര അപ്പി കഴുകിയതാ അമ്മ, എത്ര മലത്തിൽ കിടന്നതാണ് എൻ്റെ അമ്മ. ആ അമ്മയുടെ പാദം ഒരിക്കലെങ്കിലും ഒന്ന് കഴുകുമക്കളെ, പുണ്യം കിട്ടട്ടെ. ചത്തു കഴിഞ്ഞല്ല, ജീവിച്ചിരിക്കുമ്പോൾ ആ അമ്മയുടെ പാദം ഒന്ന് കഴുക. എന്നിട്ട് ആ തുണി കൊണ്ടൊന്ന് തടത്തുണി എടുത്തോണ്ട് വരരുതേ. കുളിക്കുന്നത് ഓർത്തായാലും മതി, കോടിയൊന്നും വേണ്ട. ശാന്തിക്ക് കോടി മേടിച്ചു കൊടുക്കും. അമ്മയുടെ ചിതാഭസ്മം കൊണ്ടുപോവാൻ ഈ അമ്മയ്ക്കൊരു തോർത്ത് കൊടുക്ക്, ആ പാദവൊപ്പ്. എന്നിട്ട് അല്പഭസ്മം അമ്മയുടെ പാദത്തിൽ തൊട്. ആ ഭസ്മം കാണുമ്പോൾ ഓർത്തോണം, ഇത് നിന്റെ അന്ത്യത്തിന്റെ ലക്ഷണമാണ് ഭസ്മം. നിന്റെ വെളുപ്പും കറുപ്പും ധനവും എല്ലാം ദാ ഇങ്ങനെ ഇരിക്കും ഭസ്മം പോലെ. ആ അമ്മയുടെ പാദത്തിൽ തൊട്. അല്പചന്ദനം എടുത്ത് ചാലിച്ച് ആ അമ്മയുടെ നെറ്റിയിലൊന്ന് തൊട്. പറ്റുമെങ്കിൽ ഒരു പൂമാല, ഇല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തുളസിയിലയായാലും മതി മക്കളെ. വർഷത്തിലൊരിക്കൽ ആ ഒരു മാല കെട്ടി അമ്മയുടെ കഴുത്തിലിടുക. എന്നിട്ടോ ഒരു അല്പക്കൽക്കണ്ടവോ മുന്തിരിയോ വേണ്ട, പഞ്ചസാരയായാലും മതി, അതല്പമെടുത്ത് അമ്മയുടെ ആ വായിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. ഒരു പിടി പുഷ്പമെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ മാതാവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ചൊല്ലുക, ഗുരുബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. അമ്മയുടെ പാദത്തിലൊന്ന് തൊടു നിങ്ങൾ. എന്നിട്ട് അറിഞ്ഞുകൊണ്ടൊന്ന് പ്രാർത്ഥിക്ക്. അച്ഛനും അമ്മയും ചത്തു കഴിഞ്ഞേ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ പറയുമല്ലോ, മക്കളൊന്ന് അടുത്ത് വന്നേ, മനമുരുകി ഒന്ന് പ്രാർത്ഥിച്ചേന്ന് പറയുമല്ലോ. എന്തെങ്കിലും അമ്മയോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കെന്ന് പറഞ്ഞാലേ അമ്മ ചന്ദനമുട്ടിയെ കയറി ഇരിക്കത്തുള്ളെന്ന് ശാന്തി പറയുമല്ലോ. ഇത് ചന്ദനമുട്ടിയല്ല, കസേരയിരിക്കുന്ന കേക്കാവൻ അമ്മയാ. പറ്റുമെങ്കിൽ അമ്മയോട് പറ, അമ്മേ, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്കറിയില്ലായിരുന്നു അമ്മേ അമ്മയാണ് ഈശ്വരനെന്ന്, അമ്മയാണ് എൻ്റെ ആദ്യത്തെ ഗുരുവെന്ന് എനിക്കറിയില്ലായിരുന്നമ്മേ, എന്നോട് ക്ഷമിക്കണേ അമ്മേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പിടി പുഷ്പം വീണ്ടും അമ്മയുടെ പാദത്തിലിടുക. മക്കളെ, ആ അമ്മയെ നിങ്ങളൊന്ന് ചേർത്ത് കെട്ടിപ്പിടിക്കുക, ആ കവിളത്തൊന്ന് ചുംബിക്കുക. ഞാൻ ഉറപ്പ് പറയുന്നു, ആ അമ്മമാരുടെ കണ്ണീരിറ്റ് നിങ്ങളെ പവിത്രീകരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അച്ഛനെയും പിടിച്ചിരുത്തി ഇതുപോലൊന്ന് ചെയ്തു നോക്കിയേ. ഈ വലിയ വെയിറ്റ് ഇട്ട് ഞങ്ങളിപ്പോൾ പൊട്ടുവെന്നും പറഞ്ഞിരിക്കുന്ന അച്ഛന്മാരൊക്കെ പാവങ്ങളാന്നേ. നിങ്ങൾക്ക് വേണ്ടി വേഷം കെട്ടിയിരിക്കുക. അവര് കാവലാളായിരിക്കുക, സംരക്ഷകനായി ജാട കാണിച്ചിരിക്കുക. അതൊക്കെ മാറ്റി അവരുടെ മനസ്സലിയും. ചത്തു കഴിഞ്ഞ് നിങ്ങളൊന്നും ചെയ്യണ്ട. ജീവിച്ചിരിക്കുമ്പോൾ ഈ അച്ഛനമ്മമാർക്ക് ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ സുഹൃതി? ഒന്ന് ഓർത്തു നോക്കുക. ആഗ്രഹിക്കുന്നില്ലേ? പല അമ്മമാരുടെയും കണ്ണ് നിറഞ്ഞത് എന്തുകൊണ്ടാ? ആഗ്രഹിച്ചു പോയത് കൊണ്ടാ. മക്കളെ, കേട്ടവർ പറ്റുമെങ്കിൽ ജീവിച്ചിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും ഒന്ന് ചെയ്. അമ്മയുടെ ജനനത്തീയതി പലർക്കും അറിയില്ല. കാമുകിയുടെ അറിയാം, കൂട്ടുകാരുടെ അറിയാം. സ്വന്തം അമ്മയുടെ ജനനത്തീയതി അറിയാൻ പറ്റാത്തവരാണ്, സ്വന്തം അച്ഛൻ്റെ ജനനത്തീയതി അറിയാൻ പറ്റാത്തവരാണ് നമ്മൾ. അതൊന്നറിയണം. അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങളങ്ങ് കൽപ്പിക്ക്. എന്നിട്ട് ആ ദിവസം വിളിച്ചിരുത്തി വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഗുരുപൂജ ചെയ്യാൻ മനസ്സ് കാണിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇത്തരത്തിൽ മാനവിക സംസ്കാരത്തെ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി അമ്മയുടെ മഹത്വം തിരിച്ചറിയാൻ പഠിപ്പിക്കുന്ന സംസ്കാരമാണ് ശ്രീനാരായണ സംസ്കാരം. അച്ഛൻ്റെ മഹത്വം തിരിച്ചറിയാൻ പഠിപ്പിക്കുന്ന സംസ്കാരമാണ് ശ്രീനാരായണ സംസ്കാരം. അവിടെ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നുമില്ല. ഒരനുഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ആ പാടിക്കഴിഞ്ഞപ്പോൾ അമ്മമാരുടെ കരച്ചിൽ, ഞാനതിലേക്ക് കിടക്കുന്നില്ല, വീണ്ടും നിങ്ങൾ കരയും, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എനിക്കിവിടെ ഒരു അനുഭവം പറയാം. ഈ മണർകാട് ഒരു കുട്ടിക്കൊരു ആദരവ് നിങ്ങൾക്കെല്ലാം അറിയാം, ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഉണ്ടായിരുന്നു. 1.5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു വേൾഡ് റെക്കോർഡ് കിട്ടി. 250 സാധനങ്ങൾ തൊട്ടോർത്ത് പറയുന്ന ഒരു കുട്ടി. നിങ്ങളെല്ലാം ഫേസ്ബുക്കിലും വാട്സാപ്പിലും കണ്ടു കാണും, പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ വന്നു. മണർകാടുള്ളതാണ് ആ കുട്ടി. നമ്മുടെ ഒരു കുട്ടിയാണെന്ന് ഞാൻ അറിയുന്നത് ആ ചടങ്ങിന് ഞാൻ പോയി. കോട്ടയം പ്യൂണിൻ്റെ ചാർജ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സമ്മേളനോദ്ഘാടനത്തിന് അവിടെ ചെന്നപ്പോഴാണ് ആ കുട്ടിക്ക് ആ ശാഖ അതിൻ്റെ പേരിൽ ആദരവ് കൊടുക്കുന്നു.
അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അമ്മ ഇത് കേൾക്കട്ടെ, ആ അമ്മയും കേൾക്കട്ടെ. എനിക്ക് സന്തോഷം തോന്നിയതുകൊണ്ടാണ് പറയുന്നത്. ആ കുട്ടിയുടെ അമ്മ 28 വയസ്സോളം കാണുമെന്ന് എനിക്ക് തോന്നുന്നു, ഒരു മറുപടി പ്രസംഗം നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മൈക്ക് എടുത്തിട്ട് പറഞ്ഞു, സാർ 3 വർഷം മുമ്പ് ഈ ചാന്നാനിക്കാട് എന്ന് പറയുന്ന ഒരു സ്കൂളിൽ പ്രീ മാരേജ് കൗൺസിലിംഗ് കോഴ്സ് ഉണ്ടായിരുന്നു. ആ പ്രീ മാരേജ് കൗൺസിലിംഗ് കോഴ്സിന് ക്ലാസ്സിൽ പങ്കെടുത്ത ആളായിരുന്നു ഞാൻ. അന്ന് കുടുംബ ഭദ്രതയും ശ്രീധരണ ധർമ്മവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തപ്പോൾ ഗർഭകാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഗർഭകാലഘട്ടത്തിന് മുൻപായി ഭാര്യയും ഭർത്താവും മനസ്സുകൊണ്ട് തീരുമാനമെടുക്കണമെന്നും ഒരു ഗുരുനാഥനോട് ചോദിച്ചിട്ട് ഒരു ദിവസം കൽപ്പിക്കണമെന്നും ഞങ്ങൾ അങ്ങനെ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾ സൃഷ്ടിച്ചത്. ഗർഭം ധരിച്ചു കഴിഞ്ഞാലോ പ്രസവിക്കേണ്ട മാതാവാകാൻ ഗർഭം ധരിച്ചാൽ പിന്നെ ആരായി? മാതാവായി. മാതാവ് വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും കർമ്മം കൊണ്ടും ഒരു കാരണവശാലും മറ്റൊരു ദുഃഖാവസ്ഥയിലോ മോശ വിചാരത്തിലോ പോകാൻ പാടില്ല. അച്ഛനും അമ്മയും ബ്രഹ്മചര്യത്തെ പാലിക്കണമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുത്തിരുന്നു. പിണ്ടനന്ദിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ കുട്ടി പറയുക, സാർ ശേഷം ഒരിക്കൽ പോലും ഞാനും എൻ്റെ ഭർത്താവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. കാരണം ഒരമ്മ ഗർഭാവസ്ഥയിൽ ലൈംഗികവേഴ്ചയിലേക്ക് പോകുമ്പോൾ അമ്മയുടെ വിചാരങ്ങൾ മാറിയില്ലേ? ആ കുട്ടിക്ക് എന്തുണ്ടാവും? സെക്ഷൽ ആസക്തി ഉണ്ടാവും. മനസ്സിലാകെ കുട്ടികളൊക്കെ എന്താ ഇങ്ങനെ നടക്കുന്നത്? ഇത് ഞാൻ പറയുന്നതേ, കൗൺസിലിങ്ങിന് വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള ഹിസ്റ്ററി എടുക്കാറുണ്ട്. എന്താ കുഞ്ഞുങ്ങൾ തലതിരിയാൻ കാരണമെന്ന്. ഇതൊക്കെയാ കാരണം. അമ്മ മനസ്സുകൊണ്ട് സന്തോഷിക്കണം, ധാരാളം പ്രാർത്ഥിക്കണം, ധാരാളം അറിവുകൾ നേടണം. സാർ ഞങ്ങൾ ഇതൊക്കെ പാലിച്ചു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സാർ, ഇങ്ങനെ ജനിപ്പിച്ചത് കൊണ്ടാണ് 1.5 വയസ്സുള്ള കുട്ടി ഈ ലോകം കീഴടക്കുന്ന തരത്തിൽ അത്തരത്തിലേക്ക് ഉയർന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ പറ, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. അങ്ങനെ പഠിക്കാൻ നമുക്ക് പറ്റണമെന്നേ, അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് പറ്റണമെന്നേ. ഞാൻ കൂടുതലൊന്നും നീട്ടുന്നില്ല, സമയം വളരെ വൈകിയെന്നറിയാം. പ്രിയമുള്ളവരെ, ഈ വേദിയിൽ വന്നിത് പറയുമ്പോൾ എനിക്കും ഒരാശ്വാസം. കാരണം ഗുരു പറഞ്ഞ ദർശനത്തിൻ്റെ സുഹൃതം അറിഞ്ഞാൽ വരും നാളുകളിൽ ഇവിടെ അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും ഇല്ലാതിരിക്കട്ടെ. വരും നാളുകളിൽ മനുഷ്യത്വമുള്ള മാനവികതയുള്ള മനുഷ്യ സമൂഹം ഉണ്ടാകട്ടെ. വരും നാളുകളിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അകന്ന മനുഷ്യജന്മങ്ങൾ ഉണ്ടാവട്ടെ. അത്തരത്തിൽ ധർമ്മം പ്രചരിപ്പിക്കുന്ന, ധർമ്മത്തിലധിഷ്ഠിതമായി ജീവിക്കുന്ന നന്മയുള്ള മക്കളുണ്ടാവട്ടെ. ഈ ലോകം ദുരവസ്ഥയിൽ നിന്ന് കരകയറട്ടെ. അതിനായി നന്മയെ പ്രദാനം ചെയ്യുന്ന 16ാമത് ദർശനോത്സവമായി ഈ മനക്കച്ചര കൺവെൻഷൻ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും സഹോദരന്മാർക്കും സജ്ജനങ്ങൾക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം ആവോളം ഉണ്ടാകട്ടെ. നിങ്ങളെ ഗുരു നന്മയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച സന്തോഷ് ശാന്തി ഉൾപ്പെടെയുള്ള, ഇതിൻ്റെ സന്തോഷ് ചേട്ടൻ ഉൾപ്പെടെയുള്ള, അനീഷ് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ധർമ്മത്തെ നാം അനുഷ്ഠിക്കണം, സത്യത്തിൽ പെരുതുക, സത്യത്തിൽ പെരുമാറുക, സത്യസന്ധമായ ജീവിതശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഗുരുതൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.